ഹായ് മനുക്കുട്ടാ. കഴിഞ്ഞ വന്നപ്പോ മനുക്കുട്ടനെ കണ്ടില്ലായിരുന്നല്ലോ. ഞാൻ അപ്പൂപ്പന്റെ വീട്ടിലായിരുന്നു. നിനക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണല്ലേ? പണ്ട് ഇഷ്ടമായിരുന്നു. നിനക്ക് നല്ല മീൻകറിയും ചോറും ഇഷ്ടമാണോ? എന്നാ നിനക്ക് പോട്ടെ. നിങ്ങള് പോവാണ്. മനുക്കുട്ടൻ അങ്കിളിന്റെ കൂടെ വരുന്നോ? നല്ല മീൻകറിയും ചോറും തരാം. ദുബായിക്ക് ചിറ്റാം. അത് കുഴപ്പമില്ല, നമുക്ക് പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാം. അങ്കിളിന്റെ വീട് വരുന്നത്. മോനെ മനു, മനുക്കുട്ടാ, മനു ഏട്ടാ, മനുവിനെ കാണുന്നില്ല. ആരെങ്കിലും ഒന്ന് വിളിക്ക്. ഫുഡ് പാക്കറ്റ് ഡെലിവറി ആയി വന്നിട്ടുണ്ട് ഇവിടെ. ഒന്ന് പെട്ടെന്ന് വിളിക്ക്. ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ. ഹലോ, ഞാൻ അതേ എത്തി. ഓൺ ദ വേ ആണേ. പിന്നെ പറഞ്ഞ പോലെ എല്ലാം റെഡി ആയിക്കോ. അമ്മേ, മണിക്കുട്ടൻ അല്ലേ? എനിക്ക് എന്റെ പേരറിയാം. അറിയാലോ, അലമ്മൻ എപ്പോഴും പറയും മോന്റെ കാര്യം. ആണോ? മണിക്കുട്ടൻ ഇഷ്ടമായോ കറികളൊക്കെ? നീ വരണം കേട്ടോ. നീ മോൻ അങ്കിളിന്റെ റൂമിൽ പോയി കളിച്ചു. ഇതുപോലെയൊക്കെ അടുപ്പം കാണിക്കുന്ന കുഞ്ഞുങ്ങളെ ഫുഡ് ഡെലിവറിയുടെ മറവിൽ മിസ്യൂസ് ചെയ്യാനാണ് ഇതിന്റെ ഒക്കെ പരിപാടി. സാറേ, എന്റെ മകനെ ഒന്നും ചെയ്യല്ലേ. അവൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. അവൻ ഫുഡ് ഡെലിവറി ചെയ്ത് സ്വന്തമായി അധ്വാനിച്ച് പിജിക്ക് ചേരാൻ പോവുകയാണിനി. അവന്റെ അച്ഛൻ നന്നേ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. പക്ഷെ അച്ഛൻ പകർന്നു കൊടുത്ത അധ്വാനത്തിന്റെ പാഠങ്ങളാണ് എന്റെ മകൻ ഇപ്പോഴും തുടർന്നുകൊണ്ട് പോകുന്നത്. അവൻ ഫുഡ് ഡെലിവറിക്ക് പോകുമ്പോൾ ഇതേപോലെ പാരന്റ്സിന്റെ കെയറും പരിചരണവും ഒന്നും കിട്ടാത്ത കുഞ്ഞുങ്ങള് വിഷമിക്കുന്നത് കാണുമ്പോൾ അവൻ എന്നും എൻ്റെ അടുക്കൽ വന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണ് ആ കുഞ്ഞിനെ അവൻ ഇന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത്. എന്റെ മോനെ നീ എന്താ ചെയ്ത? താങ്കൾ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല. മക്കളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ചോദിച്ച് അവരുടെ കൂടെ ഇരിക്കാൻ അല്പം സമയം കണ്ടെത്തണം. അല്ലെങ്കിൽ ഇത്തരത്തിലെ ഫാസ്റ്റ് ഫുഡ് മടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഇത്തരക്കാരോടുകൂടെ പോയിന്നിരിക്കും. ഇവര് നല്ലവരാണോ മോശക്കാരാണോ എന്ന് നമുക്കറിയാൻ പാടില്ല. എല്ലാരും അകത്തേക്ക് വരൂ. എന്റെ മകൻ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളുടെ സന്തോഷത്തിനായിട്ട് എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളുടെ കുഞ്ഞിന്റെ കാര്യത്തിൽ ഞങ്ങൾ കുറച്ചുകൂടെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇത്തിരി സമയം നിങ്ങളുടെ മകനെ നഷ്ടപ്പെട്ടപ്പോൾ നിങ്ങൾ എന്തോരം നൊമ്പരപ്പെട്ടു. നമ്മുടെ മക്കളെ എന്നേക്കുമായി നഷ്ടപ്പെടാതിരിക്കാനാണ് നമ്മൾ എല്ലാവരും ശ്രമിക്കേണ്ടത്. അല്ലേ, ഇത് തീക്കളിയാണ്. ഇവർക്ക് പരാതി ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല. എന്തിനെന്താ എടുത്തോ.